ട്രക്ക് ചെയ്ത് വന്നതിന് കാര്യം ഉണ്ടായില്ലേ? ഇതൊരു ഹിഡൻ ലൊക്കേഷൻ പോലെ കേട്ടോ. കുറെ ആഗ്രഹിച്ചതാ ഇങ്ങനെ ട്രയൽസും ഇങ്ങനെ പൈൻ ഫോറസ്റ്റിൽ കൂടെ നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ഫീൽ ചെയ്ത് പോണെന്ന്. ആരും അറിയുന്നുണ്ട് കേട്ടോ. അപ്പത്തേ വില്ലേജ് കഴിഞ്ഞു, അതിനപ്പുറം ജംഗിൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അവിടെ എവിടെയോ താമസിക്കുന്നത്. വ്യൂ കണ്ടോ? ഇത്രയും കയറി വന്ന് ഈ ഒരു വ്യൂ കിട്ടുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ. ആ ഒരു മേളിൽ നിന്ന് വാൽനട്ടും വാൽനട്ടാണ് കേട്ടോ എറിയുന്നത്. പിന്നെ ആപ്പിൾ എറിയുന്നുണ്ട്. ഇതേ കുറേ പേര് പെറുക്കുന്നൊക്കെ ഉണ്ട്. ഓ ശരുന് കിട്ടി. വില്ലേജിന്റെ ഉള്ളിൽ കൂടെ പോവാണ്. പുള്ളിയാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോണ്. നമ്മളപ്പോൾ അതേ ആ കാണുന്ന മലയിലോട്ടാട്ടോ ട്രെക്ക് ചെയ്ത് പോകുന്നത്. നല്ലൊരു പ്ലേസാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടെ പുള്ളിയുണ്ട്, നമ്മളെ നാട്ടുകാരനാണ് ഫാസിൽ, പിന്നെ ഷാരു, ഞാൻ, പിന്നെ പുറകെ ഇത് രണ്ടാൾക്കാർ. നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കുന്നത്. ഇവിടുത്തെ പിള്ളേർ കണ്ടോ ഓടി കളിക്കണേ. വാൽനട്ട് നമ്മളവിടെ കുറച്ചങ്ങ് കയറിയപ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ ഈ ഒരു വില്ലേജ് ലൈഫ് വേറെ എക്സ്പീരിയൻസാണ്. അയ്യോ കുറച്ച് കരച്ചു, പക്ഷേ നല്ല രസമുണ്ട് അല്ലേ, നല്ല ഭംഗി. ഷാരു കുട്ടി വാളും പരിചയമൊക്കെ വെച്ചോണ്ട്. ഇതെല്ലാം ആപ്പിളിൻ്റെ മരങ്ങളല്ലേ. ഇതിലോട്ടാണ് പോണ്ടത്. ക്ഷീണിച്ചോ? ഓ അയ്യോ ഇതെന്താ കുറച്ചൊന്നുണ്ടല്ലോ കയറാൻ. ആ അതെ മല ശീലായിക്കോളും. ഓ ഇവിടെ ഹോം സ്റ്റേ എടുത്താ സെറ്റ് ആയിരിക്കൂലേ. ആ ആ പക്ഷെ നമുക്ക് എന്തിനൊരു ചായ കുടിക്കണമെങ്കിൽ എത്രയും പോണ്ടേ, ചായ കുടിക്കണമെങ്കിൽ എത്രയും താഴെ പോണ്ടേ. വേണ്ട വാ. ആ മേളിലിരിക്കാം. വെള്ളം കിട്ടിയില്ല. വെള്ളം താഴെ ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതാണ് നീയല്ലേ പറഞ്ഞേ മലയുടെ മേലെന്ന് വരുന്ന വെള്ളമോ അരുവിയോ അത് മതി. എന്നിട്ടോ നാട്ടുകാരുന്ന് തല്ലും കൂടെ കൊള്ളാൻ. എന്തായിരുന്നു വ്യൂ കണ്ടോ? ഇതൊക്കെ വീടാട്ടോ. അതിന് മേളിലൊക്കെ അല്ലേ കല്ലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷേ താഴ്ന്ന് ഇങ്ങോട്ട് കുറച്ച് കയറാണ്ട്. ഹോം സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ നൈസാ, വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ സെറ്റ് കിടിലം വ്യൂ. ഇതൊരു പട്ടിക്കുട്ടി. ഇപ്പൊ നമ്മൾ കയറി വന്നില്ലേ, അതുകൂടെ അവർ ഇറങ്ങാൻ പോണ ആ ലോഡും വെച്ചിട്ട്. അപ്പത്തേ വില്ലേജ് കഴിഞ്ഞു. ഇതൊക്കെയാണ് ലാസ്റ്റത്തെ വീട് വരുന്നത്. സോ ഓക്കെ, ഇനി നമ്മൾ അതിനപ്പുറം ജംഗിൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അങ്ങനെ കയറാൻ പോകട്ടോ. കുറേ ഡ്രീം കണ്ടതാ. ഇവിടെ കൂടെ ഒക്കെ വെള്ളം വരേണ്ടതാ, പക്ഷെ ഇപ്പൊ വെള്ളമൊന്നുമില്ല. അതെ ഇതൊക്കെയാണ് നമ്മൾ പോണ ട്രയൽസ് കേട്ടോ. നൈസാണ്, കുറച്ച് കയറ്റുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു രസമല്ലേ നമ്മൾ ഹിമാചലിൽ വന്ന് ഇങ്ങനെ
ട്രക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീലാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ അവരുടെ ട്രയൽസ് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. കാരണം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും മരങ്ങളൊക്കെ നോക്കുന്നതിലൊക്കെ വേറെയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് വേറെ ഒരു ശബ്ദമല്ല, ഞങ്ങൾ ഈ സംസാരിക്കുന്ന സൗണ്ട്, അതേപോലെ ഏതൊക്കെയോ കിളികളുടെ സൗണ്ട്, വേറെ ഒരു സൗണ്ടും ഇല്ല. എവിടെ റോസ് ഫ്ലവറോ? ഇതൊരു വഴിയേ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വഴിയാണ്, അങ്ങനെ മേലേക്ക് കയറി പോകണം. ഫുള്ള് കയറ്റമാണ്. നമ്മൾ ഇത് ഈ ട്രീൻ്റെ അല്ലേ? അവരൊക്കെ അവിടെ എത്തി. ഞങ്ങളിങ്ങനെ കയറി കയറി പോവാ. സീനൊന്നുമില്ല വലുതായിട്ട്. ഇല്ല, പക്ഷെ ഇന്ന് മോർണിംഗ് വോമിറ്റിൽ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ടേ. എന്നാ ഡ്രോപ്പ് ചെയ്യണോ? ഡ്രോപ്പ് ചെയ്യേ പറ്റും. വാ. പക്ഷെ ഇതൊക്കെ രസം, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാ. അല്ലാതെ നമ്മളിങ്ങനെ പോവില്ലല്ലോ. മെല്ലെ സ്ലോ ആയിട്ട് ആവേശമില്ലാതെ കയറിയാൽ മതി. പിന്നെ മേളിൽ ചെന്നാൽ ആ വ്യൂ പൊളിയായിരിക്കും. നമ്മളുടെ റൂമിൽ നിന്നൊക്കെ നോക്കി കാണുന്ന മലയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണേ. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ അടിപൊളിയായിരിക്കും. വെയിറ്റിംഗ്. ഇങ്ങോട്ട് കയറണം. എന്ത് ഭംഗി ഇതൊക്കെ നോക്ക്. ഇതൊക്കെ നിൽക്ക് നോക്കിയേ. എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫീലാവുമെന്ന് അറിയില്ല. സൂപ്പറാണ്. പിന്നെ ഹിമാചലിൽ വന്ന ഇങ്ങനത്തെ ഇതൊക്കെ ചെറിയ ചെറിയ ട്രക്കിങ്ങാണ്. ഇതൊക്കെ ചെയ്യുക. നല്ല ഭംഗിയില്ലേ? ഇവൻ പറഞ്ഞ ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചാ കുടിക്കുന്ന കളി കണ്ടില്ലേ? പക്ഷെ അടിപൊളി വ്യൂ ആ. എങ്ങനെയുണ്ട്? പക്ഷേ നോർമലി ഇവിടെ എല്ലാവരും അങ്ങനെ വരില്ല. കാരണം പുല്ലൊക്കെ മൂടെ നിൽക്കുക. അതെ, വ്യൂ കണ്ടോ? നമ്മൾ അവിടെ എവിടെയോ താമസിക്കുന്നത്. ഇപ്പം ഇത്രയും കയറി വന്ന് ഈ ഒരു വ്യൂ കിട്ടുമ്പോഴുള്ള ഫീലുണ്ടല്ലോ. മെയിൻ കാര്യം എന്താ വെച്ചാൽ വേറെ ആരുമില്ല. പിന്നെ നമ്മളിതേ ആ വെള്ളം കുടിക്കുന്നുണ്ടോ? അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോണേ. ഒരു രക്ഷയില്ല. സൂപ്പർ. ട്രക്ക് ചെയ്ത് വന്നതിന് കാര്യം ഉണ്ടായില്ലേ? മണലി ടൗൺ മൊത്തം കിട്ടുക. നല്ല അടിപൊളി വ്യൂ ആയി ഇവിടുന്ന്. നമ്മൾ ഇത്രയും ട്രക്ക് ചെയ്ത് വന്ന് ദേ അവിടുന്ന് കണ്ടോ, നമ്മൾ ദേ അവിടുന്ന് വന്ന് സൂപ്പർ നൈസ് അമേസിങ്. ഞങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസ് മീൻസ് കോമൺ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സിലൊന്നും അല്ലാതെ ഇങ്ങനെ ഹിഡൻ പ്ലേസസിലോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വ്യൂ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഒരു കിട്ടിലെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കുറേ നടന്ന് പിന്നെ കുറച്ചിറങ്ങി. ഈ ലൊക്കേഷൻ കണ്ടോ, എന്ത് ഭംഗിയാ. സെറ്റ് ലൊക്കേഷൻ കേട്ടോ. ഇതൊന്നും എങ്ങനെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് ട്രൈ ചെയ്യാം. പക്ഷെ ആക്ച്വലി ഇതൊരു ഹിഡൻ ലൊക്കേഷൻ പോലെ കേട്ടോ. നോർമലി ആരും ഇവിടെ നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്ത് വരാനൊന്നും പോസിബിൾ അല്ല. ഇപ്പോൾ ഇത് പുള്ളിക്ക് അറിയുന്നതുകൊണ്ട് അങ്ങനെ വന്നതാ. അല്ലെങ്കിൽ നമ്മളിവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാന്നല്ല, എത്താൻ ചാൻസ് വളരെ കുറവാണ്. നമുക്കറിയില്ല, വഴി തെറ്റാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമാണെങ്കിൽ ഇത്രയും മേലിലേക്ക് ഒരുമിച്ച് വരില്ലായിരുന്നു. കാരണം ഇവരെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ധൈര്യമായിട്ട് വന്നത്. അപ്പതേ ഞങ്ങള് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു 1 hour 2 hour അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം ഇനി ഇവിടുന്ന് തിരിക്കുവാണ്. ഇപ്പം അത്യാവശ്യം കൈയൊക്കെ തണുത്ത് തുടങ്ങിയില്ലേ? തണുപ്പ് വരുന്നു. ഇപ്പം ടൈം എത്രയാ? സമയം ഇപ്പം 3:45 കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കുറച്ച് ഇറങ്ങാനുണ്ട്. പോവാം. അപ്പോൾ കിട്ടില്ല പ്ലേസ് കേട്ടോ. ഫീല് കണ്ടോ? നമുക്കിത് ഇങ്ങനെ കയറി പോണെങ്കിൽ കുറച്ച്, എന്നിട്ട് അവിടുന്ന് ചെന്നിട്ട് കുറച്ച് താഴോട്ട് പോകണം. എങ്ങനെയാ? അടിപൊളി നൈസ് പ്ലേസ് കേട്ടോ. ശരിക്കും അല്ല, എന്തായാലും അവൻ കൊടുന്നു. ഞങ്ങൾ വന്നപ്പോ തന്നെ പറഞ്ഞു അവൻ ഞങ്ങൾ വന്നപ്പോ തന്നെ
ഞങ്ങൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ പോവാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ടൈം സെറ്റായപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പോവാ വെച്ച് വന്നതാ. അല്ലെങ്കിൽ ഇത് പോയില്ലായിരുന്നെങ്കിൽ നല്ല മിസ്സാവുമായിരുന്നു കേട്ടോ. അത്രയും സൂപ്പർ. കാരണം കുറേ ആഗ്രഹിച്ചതാണ് ഇങ്ങനത്തെ ഒരു ട്രയൽസും. ഒരുപാട് ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ട്രയൽസ്. അത് പിന്നെ ട്രക്കിങ്ങിനുള്ളതാണല്ലോ. അപ്പോൾ കുറേ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ട്രയൽസും ഇങ്ങനെ പൈൻ ഫോറസ്റ്റിൽ കൂടെ നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ഫീൽ ചെയ്ത് പോകണമെന്ന്. സെറ്റ്. നമ്മളാ ജോഗിനിയിൽ പോകുമ്പോഴും ഇതേ ഫീലായിരുന്നു. ഇത് പക്ഷേ ഫുൾ പൈൻ ഫോറസ്റ്റ് മാത്രം, വേറെ ആരുമില്ല, ടൂറിസ്റ്റ് ആരുമില്ല. കാണുവാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ആരും കണ്ടില്ല. ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. കാണുവാണെങ്കിൽ ടൂറിസ്റ്റുകൾ എന്തായാലും വരില്ല, ഡെഫിനറ്റ്ലി ഉറപ്പാണ്. ഇത് ഈ ഒരു ലൊക്കേഷൻ ഇങ്ങനെ അറിയണവർ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആസ് എ ട്രാവലേഴ്സ് വി ആർ സാറ്റിസ്ഫൈഡ് എന്ന് മാത്രം പറഞ്ഞ പോരെ അല്ലേ? അത്രയും അടിപൊളി. ഇല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഈ ഒരു തണുപ്പ് നമ്മളിങ്ങനെ കാണുന്നത്, ഈ ഒരു ആംബിയൻസ് എല്ലാം കിട്ടണം. അയ്യോ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫീലാട്ടോ. ഇതൊക്കെയാണ് ഇപ്പം ശരിക്ക് സണ്ണ് കുറച്ച് താഴ്ന്നു തുടങ്ങി, ലൈറ്റ് മങ്ങി തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ. ഇനി നമുക്ക് ഇത് ആക്ച്വലി നമുക്കൊരു സ്പോട്ടിലോട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളാ ഒരു ട്രക്കിംഗ് ഫീൽ ചെയ്യുക, നടന്ന് ആസ്വദിക്കുക, ആ ഒരു ഫീലാണ് നമുക്കിപ്പോൾ. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ടാക്സിയോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോയി സോളൻ വാലി ഇറങ്ങി അവിടെ എക്സ്പീരിയൻസ് പോലെയല്ല. നമ്മൾ ഇവിടെ ഇപ്പോൾ നെസോഗി വില്ലേജ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഈ ഒരു ട്രയൽസ് കൂടെ നടന്ന് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം തയ്ക്കുമ്പോൾ അവിടെ പൈപ്പിൽ നിന്ന് വെള്ളമുണ്ട്. പൈപ്പ് മീൻസ് മലയുടെ മേലിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കാം. ഇനി നല്ല കയറ്റാട്ടോ, കാണിച്ചു തരാം. ഇത് കൂടെ കയറി വേണം പോവാൻ. ഇറങ്ങുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇറങ്ങി. ഇപ്പം തണുപ്പ് കൂടിയില്ലേ, നമുക്ക് ദൂരെ കയറാം. അവിടെ നോക്കുമ്പോൾ നമുക്ക് ബിയാസ് റിവർ കാണാം. കിതച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അടിപൊളിയാ. എന്താ ഒന്നും കൂടെ അത്രേ ഉള്ളൂ. എൻ്റെ ഡെസിബിൾ കുറവാ. അങ്ങെത്തി. ഓ, നമ്മളങ്ങനെ ഏറ്റവും താഴെത്തി, നീച്ചനെസോഗി വില്ലേജിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചായ കുടിച്ചിട്ട് റൂം പോകണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ നെസോഗി വില്ലേജിലെ ഒരു ട്രക്കിംഗ് മാത്രമാണ് ഈ വില്ലേജിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോ അപ്പോൾ എന്താ, ബാക്കി ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ നെസോഗിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.